ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വെസ്റ്റ് ബംഗാളിലുള്ള ശരിക്കുള്ള ബംഗാളികളൊപ്പം നബിദിന റാലിക്ക് പോകാൻ പോവാട്ടാ. ഈ ബംഗാളിയൊക്കെയാണ് ഈ പശു പുല്ല് ചമക്കണമാതിരി ഇങ്ങനെ ചമക്കുന്നത്. ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് ഈ തമ്പാക്ക് വിമല കണ്ട് ഒഴിവാക്കി കൂടെ കാക്ക. മരിച്ചു പോകല്ലേ നമുക്ക്, മരിച്ചു പോയാണ്ട് മത്സരക്ക് വരുമ്പോഴും ഇങ്ങനെ തമ്പാക്കും ചമച്ചു വരും. എനിക്ക് അതാ തോന്നുന്നു. കണ്ട ഉണ്ടാക്കണണ്ട രാവിലെ തന്നെ തൊപ്പിയും ചുപ്പിയൊക്കെ ഇട്ട് വന്ന ഇത് റോഡ് സൈഡിൽ നിന്ന് ഉണ്ടാക്കാനാടോ. ഇവിടുത്തെ ഓട്ടർഷന്റെ കോലൊക്കെ നോക്കിയാണ് ഈ ബാംബു ബോയ്സിലുള്ള സലീകുമാർ എലോണ്ട് ഷെഡിട്ടമായിരുന്നില്ലേ. ഇവലെ മൊത്തത്തിലുള്ള കോലം കണ്ടിട്ടേ പണ്ട് ഞാനൊക്കെ ചെറുതാവുമ്പോ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ജയിച്ചിട്ടുണ്ടെങ്കിൽ മോനെ എന്റെ രണ്ടാമത്തെ അമ്മോന്റെ ഓട്ടർഷൊക്കെ ഇതേമാതിരി ഉണ്ടായാലും ഫുള്ള് ആകെ കണ്ട് കിടക്കണം പാടാ. നമ്മളെ നാട്ടിലൊക്കെ ഇതേമാതിരി ഓരോന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ റാലിയിൽ പങ്കെടുത്തോൾക്ക് കൊടുക്കാനും തിന്നാനൊക്കെ ഉള്ള സാധനം നമ്മൾ വിചാരിക്കുക. അതേമാതിരി പോയാണ്ട് എടുക്കാൻ നിൽക്കണ്ട അടി കുടുങ്ങും ആൾക്കാരെ അടുത്തുനിന്ന്. ഇവിടെയൊക്കെ ഫുള്ള് ബിസിനസ്മാൻമാർ കയ്യേറിയാണ്. എനിക്കൊരു തുള്ളി പച്ചവെള്ളം പോലും കിട്ടിയില്ല റാലിക്ക് പോയിട്ട്. നമ്മളെ നാട്ടിലൊക്കെ നബിദിന റാലിക്ക് പോണ മാതിരി ഇവിടെ ഇങ്ങനെ തൊള്ളിയും പാക്കറ്റാക്കി പോയിട്ട് കാര്യമില്ലടോ. രണ്ട് ചെള്ളമ്മല് ആ പച്ച അമ്പിളിമാമനെ പിടിച്ച് ഒട്ടിക്കണം, എന്നാലാണ് ഇവര് കേറ്റുള്ളൂ. ഇത് മൂന്നാണ് കെട്ടിയാണ്ട് റാലിക്കാണ് പോയിട്ടുണ്ടെങ്കിൽ റാലി കഴിയുമ്പോത്തിന് ഏതെങ്കിലും ഒരു ബംഗാളി പെൺകുട്ടി അതേ ചാപ്രി എന്ന് പറഞ്ഞാണ് സെറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൈസ ഒക്കെ കൊടുത്ത് വാങ്ങി. റാലിക്ക് സാധാരണ നമ്മൾ പള്ളിക്കുന്ന തന്നെ കൊടിയൊക്കെ പിടിക്കലുണ്ട്. ഇതെന്താ ഇന്ത്യന്റെ പതാകൊക്കെ ഇമ്മ ഇവിടെ ചോദിക്കുമ്പോ വാപ്പ കക്കൂസിലാന്ന് പറഞ്ഞ മാതിരില്ലേ. ഇന്റെ കയ്യിലും ഒറ്റങ്ങൾ വന്നാണ് കൊടിയൊക്കെ തന്നിട്ടാ വന്ന് ഇനി ഒരു നല്ലൊരു ബംഗാളി ആയിട്ട് പരിഗണിച്ച് തോന്നുന്നുണ്ട്. താങ്ക് യു. ഇന്ത്യ നാട്ടിലെ നബിദിന റാലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് വീഡിയോ എഡിറ്റ് വെസ്റ്റ് ബംഗാളത്തെ നബിദിന റാലിന്റെ വീഡിയോ എഡിറ്ററാ തോന്നുന്നുണ്ട്. ഈ തന്തപ്പള്ളി സെയിം പിച്ച് കുത്താ എനിക്ക് പേടി അഥവാ തട്ടിപ്പോയാലോ. ഇവിടെ ഒരു നബിദിനം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബംഗാളി സഹോദരന്റെ ശരാശരി ഔട്ട്ഫിറ്റ് ഇങ്ങനെ ഉണ്ടായാലും ഇനി ആരും ചോദിച്ചു വരരുത്. ഇവിടുത്തെ നബിദിനത്തിന് അടക്കാൻ പറ്റില്ല, പുകലാ നൂറ്, ഇതിനൊക്കെ നല്ല കച്ചവടം. ആ കച്ചവടക്കാരന്റെ മോന്തമൊക്കെ നോക്കിയാണ് എന്തായാലും ചെറിയ അടുത്ത നബിദിനം വരെ ജീവിക്കാനുള്ള ഇന്നത്തെ നബിദിനത്തിന് ഉണ്ടാക്കും. ഏതായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നബിദിന റാലിക്ക് പോയിട്ട് ഒരു പച്ചവെള്ളം പോലും കിട്ടാതെ മടങ്ങണേ. എന്തായാലും നമ്മളെ കേരളം മുത്താടാ.